ഗൈസ് വീട്ടിലെത്തി ഞാൻ പിന്നെയും മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടാനാണ് ജിത്തുവേട്ടനും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങി തന്നുകൊണ്ട് അത് തിന്നുകൊണ്ടാണ് പോകുന്നത്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, വയലിലേക്ക് ഗൈസ്. ഈ വയലെന്ന് വെച്ചാൽ വയലല്ല കേട്ടോ, കൃഷിത്തോട്ടം. നമ്മൾ ജിത്തുവേട്ടനും ഫ്രണ്ട്സും കൂടെ നടത്തുന്ന ഒരു ചെറിയ കൃഷിത്തോട്ടം. ചെറിയ കൃഷിത്തോട്ടമാണെങ്കിലും കൊച്ചു സ്പേസിൽ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാലോ കുറേ തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓടി നടന്നു. കാരണം ഞാൻ എങ്ങനെ ഇത്രയും അധികം ഫ്രൂട്ട്സും വെജിറ്റബിളുള്ള കൃഷിത്തോട്ടത്തിലൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ ഇവിടെ ഇൻട്രസ്റ്റ് ഉള്ള ആളേ അല്ല. സോ ഞാൻ അവിടെ എത്തിയപ്പം ഇങ്ങനെ കുറേ കാണുമ്പോൾ ഞാൻ അങ്ങ് ഓടി നടന്ന് ഓരോന്നും കാണുക. പിന്നെ നമ്മളെ നാട്ടിലെത്തി വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ എല്ലാവരും, ഇത് മാത്രമല്ല വേറെ വേറെ ആൾക്കാരായിട്ട് കുറേ ഉണ്ട് കേട്ടോ. എല്ലാവരും വൈകുന്നേരങ്ങളിൽ വന്ന് ഇത് ചെയ്താണ്, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ പോയി എല്ലാം നോക്കി. ഇത് വൈതിരി എന്തോ തോന്നും. അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ ഇവൻ അവിടെ നിന്നുള്ള എന്തെല്ലോ ചപ്പെല്ലാം പറിച്ച് തിന്നുന്നുണ്ട്. പിന്നെ നമ്മളെ ബത്തക്ക അടക്കം ഉണ്ടാടാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓടി നമ്മളെ ഈ എന്താ പറയുക മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലോട്ട് നടക്കുക പറയില്ലേ, ഏകദേശം ആ ഒരു ഫീലിങ്സ് ആയതല്ലോ. അങ്ങനെ ഇതെല്ലാം കടന്ന് ഇനി നമുക്ക് ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് അറിയണ്ടേ. ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് ജിത്തുവാനോട് തന്നെ ചോദിച്ചു നോക്കാം എന്തെല്ലാം ഉള്ളതെന്ന്. ഇവിടെ എന്തിൻ്റെ എല്ലാം കൃഷിയുണ്ട്? ഇവിടെ എല്ലാം ഉണ്ട്. വെള്ളരി ഉണ്ട്, വെള്ളരി, കുമ്പളം, പടവലം, കയ്പ, നമ്മളെ ചുരക്ക, പച്ചമുളക്, അങ്ങനെ ചീര, വഴുതിന, പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അങ്ങനെ നമ്മൾ വിഷുവിനേക്ക് കൊടുക്കാൻ എന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ പോവൊക്കെയുണ്ട്. അപ്പോൾ വിഷുവിനേക്ക് ഇതെല്ലാം ആവശ്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തോ. അങ്ങനെ പോകുന്നതായിരിക്കും. ജിത്തുവാണ് എനിക്ക് കുറച്ച് ചീരയും പറിച്ചെന്ന്, പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് കോവയ്ക്കും തിന്ന് അത് തിന്ന് നമ്മൾ തിരിച്ചു പോക്കാന്ന്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വന്നിട്ട് അല്ലൂനെ കാണാണ്ട് എങ്ങനെ തിരിച്ചു പോകാം. അവിടെ നേരെ പോയി ഞങ്ങൾ അല്ലൂനെ കാണുന്നത് ഞാനാട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നേരം